നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. മോളെ ക്ഷമേ, നീ എന്തായി കാട്ടിയത്? ഞാനൊന്നും കാട്ടിയില്ലല്ലോ. കാട്ടാതിരുന്നതാണോ ഇപ്പൊ കുഴപ്പം? അതല്ല മോളെ, മരിച്ചു കളയാന്ന് ആദ്യം കരുതിയത്, പിന്നെ കരുതി വേണ്ടാന്ന്. മരിച്ചാലും ഈ അവമാനം എന്നെ വിട്ട് പോവില്ലല്ലോ മോളെ. എന്തിനാ ശ്യാമ ജീവൻ ഒടുക്കിയെന്ന് ചോദിച്ച കഥകൾ പിന്നെ പെരുകയല്ലേ ഉള്ളൂ. ജീവിച്ചിരിക്കുമ്പോ അപമാനിച്ചത് പോരെ, എന്റെ ശവത്തെ കൂടി അപമാനിക്കണോ? എന്തൊക്കെയാണ് മോളെ, എന്തൊക്കെയാ നീ പറയുന്നത്? എല്ലാം കണ്ടോണ്ട് നിന്നിട്ടും ഞാൻ പറയുന്നൊന്നും നമുക്ക് മനസ്സിലാവുന്നില്ലേ? കുഞ്ഞെ മോളെ, ഞാൻ ചെയ്തത് തെറ്റാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ മാപ്പ് ചോദിക്കാം ഞാൻ ഇയാളോട്. മാപ്പോ? നിങ്ങൾ എന്തിനു മാപ്പ് പറയുന്ന? മോളെ തുടരുതെന്നെ. മറുപടി പറഞ്ഞിട്ട് ഇയാളെ ഞാൻ വിടും. ശ്യാമേ, പറ, മറുപടി താ എനിക്ക്. പറയ, ഒരിക്കലെങ്കിലും ഞാൻ നിങ്ങളെ ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ടുണ്ടോ? ആ അർത്ഥത്തിലുള്ള ഒരു നോട്ടോ ചിരിയോ ഉണ്ടായിട്ടുണ്ടോ? എന്റെ ഭാഗത്ത് നിന്ന് അങ്ങനെ ഒരു തെറ്റ് സംഭവിച്ചിട്ടുണ്ടോ? മറുപടി ഇല്ല അല്ലേ? പിന്നെ എന്തിനാ എന്റെ സമ്മതം ചോദിക്കാതെ നിങ്ങൾ എന്റെ കഴുത്തിൽ താലി കെട്ടിയത്? പറയാ, എന്റെ അവകാശമായ എന്റെ ജീവിതം എന്റെ സമ്മതമില്ലാതെ അതിലേക്ക് എന്തിനു വലിച്ചു കയറി വന്നു എന്നാ ചോദിച്ചത്? പോ. തകർന്നു പോയത് എന്റെ ജീവിതമാ. അത് മടക്കി തരാൻ പറ്റുമോ ആർക്കെങ്കിലും? അമ്മയ്ക്ക് പറ്റുമോ? മോളെ, അച്ഛനോ? കുഞ്ഞിച്ചെ കൊണ്ട് പറ്റുമോ? എന്തെങ്കിലും ഒഴിവുകഴിവുകൾ പറയല്ലേ കുഞ്ഞേച്ചി. അമ്മ പറയുമ്പോഴത്തെ സാരോപദേശം ഒന്നും വേണ്ട. ഞാൻ ഇനി എന്താ വേണ്ടെന്ന് മാത്രം പറഞ്ഞാ മതി. പഴയ ശ്യാമയായിട്ട് എനിക്കെന്റെ വീട്ടിലേക്ക് മടങ്ങാൻ പറ്റുമോ? താലിയോ ഭർത്താവോ കുടുംബമോ ഒന്നും വേണ്ട. എന്റെ അമ്മയ്ക്കൊപ്പം ആ വീട്ടിൽ ഒതുങ്ങി കഴിഞ്ഞുള്ള ജീവിതാവസാനം വരെ. അതിനെന്നെ സമ്മതിക്കോ? നിങ്ങള് സമ്മതിക്കോന്ന്? അപ്പോ അത്രയും നല്ല കാര്യങ്ങൾ ചെയ്തിട്ടാണ്
എന്റെ പൊന്നുമോൾ ഇവിടെ വന്ന് നിൽക്കുന്നത്. ശാരദാമ്മയുടെ 2 മക്കൾക്കും ജീവിതം ഉണ്ടാക്കി കൊടുത്തു. ഒരാൾക്ക് ഫ്രീ ആയിട്ട് മുൻ ഭർത്താവിനെ ദാനം ചെയ്തു. എന്നിട്ട് നീ ഇങ്ങനെ മരവാഴയായിട്ട് നിൽക്കുന്നു. മുറിവിൽ മുളകരച്ച് തേക്കല്ലേ അമ്മേ. ഇങ്ങനെയൊക്കെ സംഭവിക്കുന്ന കരുതിയാണോ ഞാൻ അതൊക്കെ ചെയ്തത്? ശ്യാമയുടെ കല്യാണം മുടക്കാനും അവളെ എന്നും കണ്ണീര് ഉടുപ്പിക്കാനോ ഞാൻ ഉദ്ദേശിച്ചത്. പക്ഷെ ഇങ്ങനൊരു ട്വിസ്റ്റ് സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിക്കാൻ പറ്റുമോ? അമ്മയുടെ ഭാഗത്തും തെറ്റുണ്ട്. എന്തിനാ രോഹിത്തിനോട് ഡിവോഴ്സ് വാങ്ങിക്കാൻ പോയത്? ഇല്ലെങ്കിൽ അക്കാര്യം പറഞ്ഞ് നമുക്ക് അവർക്ക് ചെക്ക് വെക്കായിരുന്നു. അമ്മയുടെ ഭാഗത്ത് എന്ത് തെറ്റെന്നാടി? ഞാൻ പറഞ്ഞിട്ടാണോ നീ ആ രോഹിത് എന്ന് പറഞ്ഞ പോഴനെ പ്രേമിക്കാൻ പോയത്? സത്യഭാമയുടെ മകൻ വിഷ്ണുവാണ് നമ്മുടെ ടാർഗറ്റ് എന്ന് കുഞ്ഞിലെ ഞാൻ നിന്നെ പറഞ്ഞു പഠിപ്പിച്ചതാ. അവൾക്ക് അതിനിടയില്ല അവളുടെ ഒരു ലവ് ട്രാക്ക്. ഇല്ലെങ്കിൽ ഇങ്ങനൊരു കഥാപാത്രമേ പിക്ചറിലില്ല. ഇതിപ്പോ ചാലിനി മാത്രമാണോ? അവനും നമ്മുടെ തലവേദനയാ. ദേ, ആ വിഴുപ്പിനി എന്റെ മോള് ചുമക്കണ്ടെന്ന് ഞാനങ്ങ് തീരുമാനിച്ചു. ശ്യാമയെങ്കിൽ ശ്യാമ, ആര് വേണമെങ്കിലും എടുത്തോട്ടെ അവനെ. അമ്മ അങ്ങനെ വലിയ നിഷ്കളങ്കയൊന്നും ചമയണ്ട. അച്ഛനായിട്ടുള്ള കല്യാണത്തിന് മുമ്പ് അമ്മയ്ക്കും ഉണ്ടായിരുന്നല്ലോ പ്രേമബന്ധങ്ങൾ. ഇടി, എന്നെ മാത്രം അങ്ങനെ കുറ്റപ്പെടുത്തണ്ടെന്നേ ഞാൻ പറഞ്ഞുള്ളൂ. അത് ചുമ്മാ ഒരു ടൈം പാസ് ആയിരുന്നു. ടൈം പാസ് ആയിരുന്നെങ്കിൽ അതുപോലെ ഡീൽ ചെയ്യാൻ കൂടി പഠിക്കണമായിരുന്നു നീ. ഉടുപ്പ് മാറും പോലെ ഊരിക്കളയാൻ പറ്റണമായിരുന്നു ഓരോ ബന്ധവും. അതാ പെണ്ണിന്റെ മെടുക്ക്. അമ്മ ആകെ തകർന്ന് നിൽക്കുക ഞാൻ. ഈ സമയത്ത് കൂടെ നിൽക്കേണ്ട അമ്മ പോലും എന്നെ കുറ്റപ്പെടുത്താണോ? രോഹിത് പോയതിന് നിനക്ക് സങ്കടമൊന്നും വേണ്ട. നീ കൊല്ലാൻ വരെ ശ്രമിച്ചതല്ലേ അവനെ. പക്ഷെ അവൻ വേറൊരു പെണ്ണിന്റെ കൂടെ ജീവിച്ചു തുടങ്ങുമ്പോ നിനക്കൊരു അസൂയ തോന്നും. ഡിവോഴ്സിന് ശേഷം ആണിനും പെണ്ണിനും തോന്നുന്ന ഒരു മാനസികാവസ്ഥ അത്. ഞാൻ നന്നായില്ലെങ്കിലും ഇത്രയും നാൾ കൂടെ ജീവിച്ചയാൾ ഗതി പിടിക്കല്ലേ എന്ന്. അവനോ അവളോ വേറൊരു പങ്കാളിയുടെ കൂടെ ജീവിക്കാൻ പാടില്ല. ജീവിച്ച തന്നെ അവിടെ സന്തോഷം ഉണ്ടാകാൻ പാടില്ല. അങ്ങനെ സന്തോഷിച്ച പിന്നെ നമുക്കെന്തോ കുഴപ്പമുണ്ടെന്നല്ലേ അതിനർത്ഥം? അമ്മ സൈക്കോളജി ക്ലാസ് ഒന്നും എടുക്കാതെ ഇനി എന്താ ചെയ്യാൻ പറ്റാന്ന് പറ. പറഞ്ഞില്ലേ, അവൻ വേറൊരു പെണ്ണിനെ കെട്ടുന്നതിൽ നമുക്കൊരു ദണ്ണത്തിന്റെ ആവശ്യമില്ല. അത് ശാരദാമ്മയുടെ മകളാണെങ്കിൽ പോലും. പക്ഷേ ശാലിനിക്ക് നിന്നോടുള്ള പ്രതികാരത്തിന്റെ ഒരു സുഖം കൂടി ഉണ്ടാവും ഇതില്. വില്ലെത്തി കൊല്ലാൻ വരെ ശ്രമിച്ച സാധുവായ നായകന് അനിയത്തിയുടെ ജീവിതം ദാനം ചെയ്യുന്ന ത്യാഗിനി. അവളെ നമുക്ക് പ്രത്യേകമായിട്ടൊന്ന് കാണണം. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.